വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ഒരു ബട്ടർഫ്ലൈസിൻ്റെ കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ എനർജിയിൽ ഫസ്റ്റ് വന്ന കാർഡ് ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ഗുരു വിൽ അവൈക്കൻ ദ സ്പിരിച്വൽ കോൺഷ്യസ്നെസ് വിതിൻ യു. ഡിവൈനായിട്ടുള്ള ഗൈഡൻസിൻ്റെയും പിന്നെ ഗുരുവിൻ്റെ അനുഗ്രഹത്താലും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ആത്മീയമായ അവബോധത്തിനെ നിങ്ങൾക്ക് ഉണർത്തും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഡിവൈനായിട്ടുള്ള ഗൈഡൻസിലാൽ പിന്നെ ഗുരുവിൻ്റെ അനുഗ്രഹത്താലും നിങ്ങളുടെ ആത്മീയമായ അവബോധം നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണർത്തപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ആത്മീയ അവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിൻ്റെ അംശമാണ് ജീവാത്മാവായ താനും എന്നുള്ള ആ ഒരു വലിയ തിരിച്ചറിവ്, താനും പ്രപഞ്ചവും ഒന്നാണെന്നുള്ളതും ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളിലും എന്നിലും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരേ ഈശ്വര ചൈതന്യമാണെന്നുള്ള ആ വൺനെസ്, അതൊക്കെയാണ് ഈ ആത്മീയ ബോധം ഉണരുമ്പോൾ നമ്മളിലുണ്ടാവുന്നത്. മാത്രമല്ല എത്ര കഠിനമായ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും സമാധാനമായിരിക്കാനും ഐക്യം കണ്ടെത്താനൊക്കെ ഈ ആത്മീയ ബോധം ഉണർന്നവർക്ക് സാധിക്കും. അപ്പോൾ ഇത് വളരെ ഹൈലി മെഡിറ്റേഷൻ ചെയ്യണവരും പ്രാർത്ഥനയൊക്കെ ചെയ്യണ ആൾക്കാർക്ക് വരുന്നവരും സ്പിരിച്വൽ അവൈക്കനിങ്ങിൻ്റെ കാർഡാണ്. അടുത്ത കാർഡ് എന്താണ്? യു ആർ സ്റ്റക്ക് ഇൻ യുവർ ലൈഫ് ആൻ അൺക്ലിയർ സിറ്റുവേഷൻ. സ്റ്റക്ക് ഇൻ മെനി തിങ്സ് ഇൻ ലൈഫ്, അൺക്ലിയർ സിറ്റുവേഷൻ. ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതായത് സിറ്റുവേഷൻ ക്ലിയർ അല്ല. ഒരുപക്ഷെ ഇത് ചിന്തകളാലാവാം, പാസ്റ്റിലെ പഴയ ട്രോമാസോ അല്ലെങ്കിൽ പഴയ ചിന്തകളാലെ അങ്ങനെ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് ചെയ്യാനോ മുന്നോട്ട് പോകാനോ സാധിക്കില്ല. ചിലപ്പോൾ സിറ്റുവേഷനും ആവാം. അങ്ങനെയാണെങ്കിൽ അതിനെയെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ തോട്ട്സ് ആണെങ്കിൽ അതിനെ മെഡിറ്റേഷനിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. യോഗ തുടങ്ങിയതിലൂടെ ഒഴിവാക്കാം. ഇനി ഭൗതികമായിട്ടുള്ളതാണെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഗൈഡൻസ്? യു വിൽ ഗെയിൻ ഇന്നർ പീസ് ആൻഡ് അച്ചീവ് സക്സസ് ഇൻ ലൈഫ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു ആന്തരികമായ സമാധാനവും സക്സസ്സും നേടാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ഗൈഡൻസിൽ പറയണത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.